മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ 2 ചാപ്റ്ററിലായിട്ട് ഒരു ജീവിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് ശരീരത്തിൽ വേണ്ടേ, ആ മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്നൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഡൈജഷൻ പഠിച്ചു, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് പഠിച്ചു. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് റെസ്പിറേഷനിലാണ്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കാരണം വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ്. ഇതിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 2 പാർട്ടായിട്ടല്ലേ ചെയ്തേ, അതേപോലെ ഈ ചാപ്റ്ററും ടീച്ചർ 2 ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള റെസ്പിറേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ, കാരണം അവിടെ പഠിച്ച കുറെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ പറയുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററും കൂടെ അറിഞ്ഞിരിക്കണം. എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ലോണം പഠിച്ചിട്ടുണ്ടാവും ആ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. മൂന്നാമത്തെ ചാപ്റ്റർ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദി പ്രൊഡക്ട്സ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് ബേണിംഗ്? നമ്മളെ ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആന്റോണിയോ ലവോസിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ ഒരു ഐസും ഗിനി പിഗിനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നതാണ്, നമ്മളുടെ റെസ്പിറേഷനും അതേപോലെ വുഡ്സ് ബേൺ ചെയ്യണതൊക്കെ സെയിം പ്രവർത്തനമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സെയിം എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്തു നോക്കിയത്. അപ്പൊ അതില് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് റെസ്പിറേഷനും ബേണിങ്ങും കഴിയുമ്പോൾ ഉണ്ടാവാന്നാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. Both processes require oxygen for the production of energy. 2 പ്രോസസ്സിലും എനർജി ഉണ്ടാവാനായിട്ട്, എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓക്സിജനെ വേണം. അപ്പൊ ആരാണ് വേണ്ടേ? ഓക്സിജനെ വേണം. ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ? എനർജിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. They produce CO2 as a byproduct. എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അതിലുണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ മെയിൻ ആയിട്ട് അവിടെ എനർജിയാണ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് CO2. നമ്മൾ ശ്വാസം വലിക്കുമ്പോ ഓക്സിജനും അത് പുറത്തേക്ക് വിടുമ്പോ കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ വിടുന്നേ. അപ്പൊ ആ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ വിറക് കത്താൻ ഹെൽപ്പ് ചെയ്യുന്നതും അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓക്സിജൻ ആണ്. ഇനി കത്തിക്കഴിഞ്ഞുണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ആ എക്സ്പെരിമെന്റ് ഒക്കെ തന്നിട്ട് ചിലപ്പോ ചോദിക്കാം. അപ്പൊ എല്ലാരും ഓർത്ത് വെക്കാം. നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. വാട്ട് ഈസ് എ റെസ്പിറേറ്ററി സർഫസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്? മനുഷ്യന്മാരില് റെസ്പിറേറ്ററി സർഫസ് അല്ലെങ്കിൽ ശ്വാസം എടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സർഫസിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഏതാണ് ആ സർഫസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കാം, റെസ്പിറേറ്ററി സർഫസ് ഇൻ ഹ്യൂമൻസ് ഈസ് ദ ആൽവിയോളൈ. ആൽവിയോളൈകളാണ് നമ്മളുടെ റെസ്പിറേറ്ററി സർഫസസ് എന്ന് അറിയപ്പെടുന്നത്. They are tiny balloon shaped sacs found in the lungs which exchange carbon dioxide and oxygen. നമ്മളുടെ ലങ്സില് ബ്രോങ്കിയോൾസിന്റെ അറ്റത്തായിട്ട് കാണുന്ന കുഞ്ഞു ബലൂൺ പോലെയുള്ള സ്ട്രക്ചേഴ്സിനാണ് ആൽവിയോളൈ എന്ന് പറയാ. കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജനെ കാർബൺ ഡയോക്സൈഡ് ആക്കി പുറത്തേക്ക് വിടുന്നത് ഈ ആൽവിയോളസുകളാണ്. അപ്പൊ റെസ്പിറേഷനിൽ ലങ്സില് ഏറ്റവും റോളുള്ള ഒരു ഭാഗമാണ് ആൽവിയോളൈ. അപ്പൊ പേര് മറക്കരുത്, ആൽവിയോളൈ. ഈ പേര് ആദ്യം പഠിച്ചിട്ട് വേണം നമുക്ക് ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്തു പോവാൻ. അപ്പൊ കുറെ ആൽവിയോളൈസ് നമ്മുടെ 2 ലങ്സിലായിട്ടുണ്ട്. കോടാനുകോടി ആൽവിയോളസുകൾ നമ്മളുടെ ലങ്സിലുണ്ട്. ഇതിങ്ങനെ ഒരു സഞ്ചി പോലെ ഇങ്ങനെ ആയിരിക്കും കാണാം, ബലൂൺ പോലെ, ബൾബ് പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നേരെ ഉള്ള ഒരു സർഫസിനേക്കാൾ ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ എയർ അതിൻ്റെ ഉള്ളിൽ കൊള്ളൂലേ. അപ്പോ സർഫസ് ഏരിയ ഓഫ് റെസ്പിറേഷൻ കൂട്ടുന്നത് ആൽവിയോളൈ ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോ 2 കാര്യങ്ങൾ പഠിച്ച്. അപ്പൊ സർഫസ് ഏരിയ ഓഫ് റെസ്പിറേഷൻ കൂട്ടുന്ന ലങ്സിലെ സ്ട്രക്ചേഴ്സ് ആരാണെന്ന് ചോദിച്ചാലും ആൽവിയോളൈ എന്ന് പറയാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം. അടുത്തത് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ ശ്വാസം എടുക്കാനും അതിനെ ലങ്സിലേക്ക് എത്തിക്കുന്നതും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി വിടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ആദ്യത്തേതാണ് നാസൽ ക്യാവിറ്റി. അതിനു മുമ്പായിട്ട് നമ്മൾ
രണ്ട് ദ്വാരങ്ങൾ ഉണ്ടല്ലേ, മൂക്കിന് രണ്ട് ദ്വാരങ്ങളുണ്ട്, അവരെ നോസ്ട്രിൽസ് എന്നാണ് പറയാ. എന്താണ് പറയാ? നോസ്ട്രിൽസ്. നോസ്ട്രിൽസ് കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു ഒഴിഞ്ഞ ഒരു ഭാഗം കണ്ട, അവിടെ ആ പാർട്ടിനെ പറയുന്നതാണ് നാസൽ കാവിറ്റി. ഇനി മൗത്തും നാസൽ കാവിറ്റിയും ജോയിൻ ചെയ്യുന്ന ഈ പോർഷനെ പറയുന്നതാണ് ഫാരിങ്സ്. അപ്പൊ അടുത്ത പാർട്ടിന്റെ പേരാണ് ഫാരിങ്സ്. ഫാരിങ്സിന്റെ തൊട്ടടിയിലായിട്ട് കാണുന്ന പാർട്ടിന്റെ പേരാണ് ലാരിങ്സ്. മാറിപ്പോകരുത്. ഫാരിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൗത്തിന്റെ പാർട്ടും നാസൽ കാവിറ്റിയും ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെയാണ് ഫാരിങ്സ് എന്ന് പറയാ. അതിന്റെ തൊട്ടടിയിലുള്ള പാർട്ടാണ് ലാരിങ്സ്. ഇനി ലാരിങ്സിൽ നിന്ന് ഇവിടെ കുറെ സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജ് റിങ്ങുകൾ കാണാം. അതിനെ പറയുന്നതാണ് ട്രക്കിയ. ഒരു കുഴല് പോലെ ഈസോഫാഗസിന്റെ ബാക്കിലായിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എപ്പിഗ്ലോട്ടിസും ഉവ്യൂളയും പഠിച്ചപ്പോ പറഞ്ഞ പേരാണ് ട്രക്കിയ. അപ്പോ സി ഷേപ്ഡ് കാർട്ടിലേജുകളുള്ള ലങ്സിലേക്ക് എത്തുന്ന പാർട്ടിന്റെ പേരാണ് ട്രക്കിയ. ഇനി ആ ട്രക്കിയ ഇവിടെ എത്തുമ്പോ രണ്ട് ബ്രാഞ്ച് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട, അതിനെ പറയുന്നതാണ് ബ്രോങ്കൈ. എന്താണ് പറയാ? ബ്രോങ്കൈ. ഇനി ആ ബ്രോങ്കൈ വേറെ കുഞ്ഞു കുഞ്ഞു ചില്ലകളായിട്ട് കുറെ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ വിളിക്കുന്നതാണ് ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസിന്റെ ഏറ്റവും അറ്റത്തായിട്ട് കാണുന്ന ബലൂൺ പോലെയുള്ള സ്ട്രക്ചേഴ്സിനെ ആൽവിയോളൈ എന്ന് വിളിക്കും. ഇനി ഇതിനൊക്കെ കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലങ്സ് ആണ് ഇവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന റെസ്പിറേറ്ററി പാർട്ടാണ് ലങ്സ്. അതിന്റെ അടിയിലായിട്ട് ഒരു പാർട്ടും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡയഫ്രം. ഡയഫ്രം എന്താന്ന് വെച്ചാല് നമ്മുടെ അപ്പർ ബോഡി പോർഷനെ തൊറാസിക് കാവിറ്റി എന്നാണ് പറയാ. ഇനി വയറും ഇൻഡസ്റ്റൈൻ ഒക്കെ ഉള്ള ലോവർ ബോഡി പോർഷനെ അതിനെ പറയുന്നത് അബ്ഡോമിനൽ കാവിറ്റി എന്നാണ്. അപ്പൊ ഈ അപ്പർ പോർഷനെയും ലോവർ പോർഷനെയും തിരിക്കാനുള്ള അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു മസിലിന്റെ വാളാണ് ഡയഫ്രം. അപ്പൊ ഓർത്ത് വെക്ക ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ആദ്യം തന്നെ എയർ എത്തുന്നത് എങ്ങോട്ടായിരിക്കും? നോസ്ട്രിൽസിലെത്തും. അത് കഴിഞ്ഞ് ആദ്യം നോസ്ട്രിൽസിലെത്തി, അടുത്തത് നാസൽ കാവിറ്റിയിലേക്ക് പോയി, അത് കഴിഞ്ഞ് നേരെ ഫാരിങ്സിലെത്തി, ഫാരിങ്സിൽ നിന്ന് ലാരിങ്സിലെത്തി, ലാരിങ്സിൽ നിന്ന് ട്രക്കിയയിലേക്ക് പോയി, ട്രക്കിയയിൽ നിന്ന് ബ്രോങ്കസുകൾ എങ്ങോട്ട് കൊണ്ടുപോകും? ബ്രോങ്കിയോൾസിലേക്ക് കൊണ്ടുപോകും, ഫൈനലി ആൽവിയോളയിൽ എത്തും. അപ്പോ പടം ഓർത്ത് വെക്ക, ഏതിലെയാണ് എയർ പാസ് ചെയ്ത് പോകുന്നത്, ലാസ്റ്റ് എത്തുന്നത് ആൽവിയോളയിലായിരിക്കും. തുടങ്ങുന്നത് നോസ്ട്രിൽസിൽ നിന്ന്, അവസാനിക്കുന്നത് ആൽവിയോളസിൽ നിന്ന്. ആലോചിച്ച് വെക്ക. ഇനി അടുത്തത് നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ് ഇൻ റെസ്പിറേഷൻ ആൻഡ് വേർ ദേ ആർ ഫൗണ്ട്? നമുക്കറിയാം നമ്മുടെ ലങ്സിന്റെ ഇവിടെ ആയിട്ട് കുറെ ഇങ്ങനെ എല്ലുകള് ഇങ്ങനെ ഒരു ഗുഹ പോലെ ഒരു കേജ് ആയിട്ട് ഉണ്ടാവും. അതിനെ നമ്മൾ റിബ്സ് എന്ന് വിളിക്കും. റിബ്സിന്റെയും ലങ്സിന്റെയും ഇടയിലായിട്ട് കാണുന്ന മസിൽസിന്റെ പേരാണ് ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പോ റെസ്പിറേഷനിലെ ഇന്റർകോസ്റ്റൽ മസിൽസിന്റെ ജോലി എന്താണ്? അവരെവിടെയായിരിക്കും കാണാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കുക, ഇന്റർകോസ്റ്റൽ മസിൽസ് ആർ ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ റിബ്സ്. റിബ്സിന്റെ ഇടയിലായിട്ടായിരിക്കും ഇന്റർകോസ്റ്റൽ മസിലുകളെ കാണാം. Their contraction and relaxation change the volume of thoracic cavity. അവര് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ തൊറാസിക് കാവിറ്റിയുടെ വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അവർ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ തൊറാസിക് കാവിറ്റിയുടെ വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാവും. So that air can enter and leave the lungs. അതായത് അപ്പോ എയറിന് അകത്തേക്ക് കയറാനും ലങ്സിന്റെ ഉള്ളിലേക്ക് കയറാനും പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ ഇന്റർകോസ്റ്റൽ മസിൽസിന്റെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് റിബ്സിന്റെ ഇടയിലായിട്ടായിരിക്കും കാണാം. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ഷനും റിലാക്സേഷനും തൊറാസിക് കാവിറ്റിയുടെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ആൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ആൽവിയോളയിൽ എങ്ങനെയാണ് ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഓർത്ത് വെക്ക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം, നമുക്കത് ഓരോ സ്റ്റെപ്സ് ആയിട്ട് പഠിക്കാം. ടെക്സ്റ്റില് ഇങ്ങനത്തെ ഒരു ഫിഗർ ആദ്യം തന്നെ കാണാൻ പറ്റും. ഇതില് നമുക്ക് നോക്കി നോക്കാം, ഇതൊരു ആൽവിയോളസിന്റെ സ്ട്രക്ചർ ആണ്. അതിന്റെ ഉള്ളില്
കുറെ ഉള്ളത് ഓക്സിജൻ അല്ലേ, O2 അല്ലേ കുറെ ഉള്ളത്, കുറെ കാണാൻ പറ്റുന്നത് ഓക്സിജൻ അല്ലേ. ഇനി ഇപ്പുറത്ത് നോക്കുക, അതിന്റെ തൊട്ട് പുറത്തായിട്ട് എന്തുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞതാണ്, ആൽവിയോളസ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ചുറ്റും കുറെ ബ്ലഡ് കാപ്പിലറീസ് കാണാന്ന്. അപ്പോ ശ്രദ്ധിച്ച് പഠിക്കുക, ഓക്സിജൻ ഉണ്ടാവുന്നത് ആൽവിയോളസിന്റെ അകത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കൂടുതൽ ഉള്ളതെന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹയർ കോൺസെൻട്രേഷനിൽ ഓക്സിജൻ ഉണ്ടാവുന്നത് ആൽവിയോളസിന്റെ അകത്തായിരിക്കും. ഇനി കാപ്പിലറീസിൽ ആരാ ഉള്ളത് നോക്കിയതേ, ഇവിടെയൊക്കെ കാണാം CO2 എന്ന് പറഞ്ഞാൽ എന്താ, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കാണുന്നത് എവിടെയായിരിക്കും, CO2 കൂടുതലായിട്ട് നോർമലി കാണുന്നത് എവിടെയായിരിക്കും, ബ്ലഡ് കാപ്പിലറീസിലായിരിക്കും. അപ്പോ ഇവിടെ അത്യാവശ്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ചെറിയ പടത്തിൽ നിന്ന് പഠിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉള്ളത് ആൽവിയോളസിന്റെ അകത്താണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. നോർമൽ കണ്ടീഷനിൽ ഓക്സിജൻ ആണ് കൂടുതലുള്ളത്. ഇനി എവിടെയാണ്, ആൽവിയോളസിൽ കൂടുതലുള്ളതാണ് ഓക്സിജൻ, ഓർത്ത് വെക്കുക. ഇനി ബ്ലഡ് കാപ്പിലറീസിൽ കൂടുതലുള്ളത് ആരാ, ബ്ലഡ് കാപ്പിലറീസിൽ കൂടുതലുള്ളത് കാർബൺ ഡയോക്സൈഡ് ആണ്. ആരാണ്, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കുറെ സാധനങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇല്ലാത്തവർക്ക് കൊടുക്കൂലേ അത്. നമ്മളുടെ ഇപ്പൊ എന്റെ കുറെ മിഠായി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ മിഠായി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തരില്ലേ. അതേപോലെ ഓക്സിജൻ കുറയുള്ള സ്ഥലത്ത് നിന്ന് ഓക്സിജൻ കുറഞ്ഞ സ്ഥലത്തേക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ ഓക്സിജൻ കൂടുതലുള്ളത് ആൽവിയോളസിലാണ്. അപ്പൊ ഓക്സിജൻ കൂടുതലുള്ളടത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൽവിയോളസിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലോട്ട് ഓക്സിജൻ പോകും. അപ്പോ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളത് ബ്ലഡ് കാപ്പിലറിയിലല്ലേ, അവരെങ്ങോട്ട് പോകണം, അവര് പോകുന്നത് ആൽവിയോളസിലേക്ക് ആയിരിക്കും. ഇനി നമ്മൾ ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട് പഠിക്കാൻ പോവാം. ആദ്യം തന്നെ ഓക്സിജൻ എങ്ങനെയാ പോവാൻ നോക്കുക. കാർബൺ ഡയോക്സൈഡ് ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ. ഓക്സിജൻ എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറണേന്നാണ് അടുത്തത് പഠിക്കാൻ പോണേ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പ് വായിച്ചിട്ടും അതിനനുസരിച്ച് പറഞ്ഞു പോവാ. Oxygen diffuses into blood in the alveolar blood capillaries as the concentration of oxygen is high in alveolus. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഓക്സിജൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്നും കുറവുള്ള ആൽവിയോളാർ ബ്ലഡ് കാപ്പിലറീസിലേക്ക് പോകും. ഇനി അടുത്തത് നോക്കുക, in the lungs a small portion of the O2 dissolves in plasma. അപ്പൊ കുറച്ച് O2 എന്ത് ചെയ്യും, ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ പോകുന്നുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഇങ്ങനെ പോകുന്നുണ്ട്, അതില് കുറച്ച് O2 അല്ലെങ്കിൽ ഓക്സിജൻ ബ്ലഡ് പ്ലാസ്മയിൽ മിക്സ് ആവും. ഇനി അടുത്തത് നോക്കുക, റിമൈനിങ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പൊ ബാക്കി ഇവിടെ കുറെ ഓക്സിജൻ ഉണ്ട്, അപ്പൊ അവര് ഇനി എങ്ങോട്ടാ പോവാൻ നോക്കുക, കുറെ O2 ഉണ്ട്, അവര് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യും. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡ് കളർ കൊടുക്കുന്ന, ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല, ഓക്സിജന് ഒറ്റയ്ക്ക് സെല്ലുകളുടെ അകത്തേക്ക് പോകാനായിട്ട് താല്പര്യമില്ല, എന്ത് ചെയ്യും, ഹീമോഗ്ലോബിനെ കൂടെ വിളിക്കും. ഹീമോഗ്ലോബിനും കൂടിയായിരിക്കും എങ്ങോട്ട് പോവാൻ നോക്കുക, adjacent to the cell. ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ്സ് ആൻഡ് ഓക്സിജൻ ബിക്കം ഫ്രീ. ഇനി ഇവിടെ കുറെ സെൽസ് ഉണ്ടെന്ന് വിചാരിക്ക, ഇവിടെ കുറെ സെൽസ് ഉണ്ട്, കുറെ സെൽസ് ഉണ്ട്. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്ന അറിയോ, ഓക്സിജൻ സെല്ലുകളുടെ അകത്തേക്ക് എത്തുമ്പോ ഇപ്പൊ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ സെല്ലുകളുടെ അടുത്തേക്ക് എത്തുമ്പോ പതുക്കെ ഹീമോഗ്ലോബിനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞിട്ട് ഓക്സിജൻ ഒറ്റയ്ക്കായിരിക്കും സെല്ലിന്റെ അകത്തേക്ക് പോവാ. സെല്ലിന്റെ അകത്തേക്ക് പോവാനായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്, ഓക്സിജൻ ഫ്രം ദി ബ്ലഡ് റീച്ചസ് ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഫ്രം ദർ ടു ബ്ലഡ്. ഓക്സിജൻ ആദ്യം തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഓക്സിജൻ ചെല്ലും, ഓക്സിജൻ ചെന്നിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ്, ഈ സെല്ലുകളുടെ ഇടയ്ക്കൊക്കെ കുറെ ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാവും, അവിടെ കേറിയിരിക്കും, അത് കഴിഞ്ഞിട്ട് സെല്ലിന്റെ അകത്തേക്ക് കേറും. അപ്പൊ ഫസ്റ്റത്തെ 4 സ്റ്റെപ്സ് പറഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്തത് നോക്കാം, സെല്ലുലാർ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ്. ഇനി അവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നാണ് പറയുന്നത്. അപ്പോ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് അറിയണ്ടേ,
ഇതിന്റെ അകത്ത് ആരും കൂടി ഉണ്ടാവും? ഗ്ലൂക്കോസ് ഓൾറെഡി നമ്മളുടെ സെൽസിന്റെ അകത്തായിട്ട് കാണാൻ പറ്റും. അപ്പോ സെല്ലുലാർ റെസ്പിറേഷൻ എന്താന്ന് നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുക യൂസിങ് ഓക്സിജൻ. ഓക്സിജൻ യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണം. അപ്പോ സെല്ലുലാർ റെസ്പിറേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഉണ്ടാവുന്നത് CO2 ആയിരിക്കും. സെല്ലുലാർ റെസ്പിറേഷൻ കഴിഞ്ഞ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ഇനി അടുത്ത നോക്കാം, നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. CO2 passes from the cells to tissue fluid and there to blood. അപ്പൊ ഇപ്പോ സെല്ലിന്റെ അകത്താണ് കാർബൺ ഡയോക്സൈഡ് ഇരിക്കണേ. അവരെന്ത് ചെയ്യും? അവര് പയ്യെ പുറത്തോട്ട് ഇറങ്ങി ടിഷ്യൂ ഫ്ലൂയിഡിൽ എത്തും. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടല്ലേ, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, അങ്ങോട്ടേക്ക് വരും, ബ്ലഡിലേക്ക് വരും. അതില് കുറച്ച് പോർഷൻ പ്ലാസ്മയില് ഡിസോൾവ് ആവും. 7% കമ്പൈൻസ് ഇൻ പ്ലാസ്മ. അപ്പോ ഇവിടെ 7% CO2 7% പ്ലാസ്മയിലേക്ക് പോകും, പ്ലാസ്മയില് ഡിസോൾവ് ആയിട്ട് പോകും. ഇനി ബാക്കി ഒരു 23% ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാല് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാല് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. കാർബമിനോ ഹീമോഗ്ലോബിൻ മാറിപ്പോവരുത്. ഇവിടെ കമ്പൈൻ ചെയ്യണത് 23% ഹീമോഗ്ലോബിനും അതേപോലെ 23% കാർബൺ ഡയോക്സൈഡും ഹീമോഗ്ലോബിനും ആണ് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് നോക്കാം. അപ്പൊ ഒരു 70% ബാക്കി കിടക്കണില്ലേ, ഇവിടെ നമ്മള് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടായി. ഇനി ബാക്കി ഒരു 70% കാർബൺ ഡയോക്സൈഡ് ബാലൻസ് ഉണ്ട്. അവര് ആരായിട്ട് മിക്സ് ആവും? 70% വാട്ടറിനായിട്ട് മിക്സ് ആവും. അവര് 70% കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നത് വാട്ടറിനായിട്ട് മിക്സ് ആയിട്ട് ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ആരായിട്ട് മാറും? ബൈകാർബണേറ്റ്. ഇനി ഇവര് തിരിച്ച് ആൽവിയോളസിന്റെ അകത്തേക്ക് പോവാൻ പോവാണ് കേട്ടോ. ഓക്സിജൻ ഉള്ളതാക്കണ്ടേ. ഇനി ഇവര് നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവർക്ക് ഒറ്റക്കല്ലേ, കാർബൺ ഡയോക്സൈഡിന് ഒറ്റക്കല്ലേ കയറാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ വാട്ടറിനെയും ഹീമോഗ്ലോബിനെയും ഒന്നിനെയും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവര് അവിടെ വെച്ചിട്ട് ഇവിടെ വരുമ്പോ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും സ്പ്ലിറ്റ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഒറ്റയ്ക്കാവും. കാർബൺ ഡയോക്സൈഡ് മാത്രാവും. ഈ കാർബൺ ഡയോക്സൈഡ് ആണ് പിന്നീട് ആൽവിയോളസിലേക്ക് കയറുന്നത്. അപ്പൊ നോക്കാം. In the alveolar blood capillaries, carbaminohemoglobin and bicarbonate dissociate and CO2 reaches plasma. അങ്ങനെ CO2 പ്ലാസ്മയിലെത്തി. As the concentration of CO2 is high in plasma, CO2 diffuses into alveoli. അപ്പൊ ബ്ലഡ് കാപ്പിലറീസിലുള്ള പ്ലാസ്മയില് CO2 ന്റെ കോൺസെൻട്രേഷൻ ഇപ്പൊ ഹൈ അല്ലേ. അപ്പൊ അവിടെ നിന്ന് നേരെ CO2 ആൽവിയോളസിലേക്ക് പോകും. Then the CO2 exhaled through external nostrils. അങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ശ്വസിച്ചെടുക്കുന്ന ഓക്സിജനെ കാർബൺ ഡയോക്സൈഡ് ആക്കി പുറത്തു വിടുന്നത്. എന്തോരം കാര്യങ്ങളാണല്ലേ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡെയിലി ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്പിറേഷനിൽ, അതായത് ശ്വാസം എടുക്കുക ശ്വാസം വിടുകയും ചെയ്യുന്നതിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്തായാലും വരും. അപ്പോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വല്ല പടമൊക്കെ വെച്ചിട്ട് പഠിക്കാം. സംഭവം സിമ്പിൾ ആണ്. ഓരോ സ്റ്റെപ്സും മാറിപ്പോവാതെ ഓർത്ത് വെക്കണം. ആരായിട്ട് കമ്പൈൻ ചെയ്യും, എസ്പെഷ്യലി ഇത്രയും കാര്യങ്ങൾ ഒട്ടും മാറിപ്പോവരുത്. 7% കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ മിക്സ് ആവും. 23% ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആവും. 70% വെള്ളത്തിനായിട്ട് മിക്സ് ചെയ്തിട്ട് ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, പേര് മാറിപ്പോകരുത്. ഓക്സി ഹീമോഗ്ലോബിനും കാർബമിനോ ഹീമോഗ്ലോബിനും ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതും കൂടി നോക്കി വെക്കാട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഹൗ ഡസ് എക്സ്ചേഞ്ച് ഓഫ് O2 and CO2 between
ആൽവിയോളസ് ആൻഡ് ബ്ലഡ് കാപ്പിലറീസ് ഹാപ്പൻ. എങ്ങനെയാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ബ്ലഡ് കാപ്പിലറീസിലും ആൽവിയോളസിലും നടക്കുന്നത് നോക്കുക. നേരത്തെ പറഞ്ഞ സംഭവമാണ്, ഇല്ലാത്തവർക്ക് ഉള്ളവര് കൊടുക്കുക. അതായത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് കൊടുക്കുക. അപ്പൊ ആൻസർ നോക്കുക. The exchange of gases occurs between the alveoli and blood capillaries are by simple diffusion. നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു 4 പ്രോസസ്സ് പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതിൽ രണ്ടാമത് പഠിച്ചിട്ടുള്ള സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മോളിക്യൂൾസ് പോകും. അപ്പൊ ഇവിടെ നടക്കുന്നത് ആൽവിയോളസിലും ബ്ലഡ് കാപ്പിലറീസിലും നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഓർത്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ സെല്ലുലാർ റെസ്പിറേഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോ എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഉണ്ടെന്ന് നോക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു, ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഓക്സിജനെ യൂസ് ചെയ്യാം, എന്നിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോ നമ്മളെ ഫോട്ടോസിന്തസിന് 2 ഫേസസ് പഠിച്ചതുപോലെ ഇവിടെ സെല്ലുലാർ റെസ്പിറേഷന് 2 ഫേസ് ഉണ്ട്. പേരാദ്യം തന്നെ നോക്കുക. ആദ്യത്തേതാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ്. രണ്ടാമത്തത് ക്രബ്സ് സൈക്കിൾ. അപ്പൊ ഇനി ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും എന്താണെന്ന് നോക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. അതിന്റെ ഒപ്പം തന്നെ 2 ATP എനർജി പ്രൊഡ്യൂസ് ചെയ്യും. പ്രോസസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലായിരിക്കും. ഇത്രയും കാര്യത്തിന് ഒരുമിച്ച് പറയുന്നത് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റാം. 2 ATP മോളിക്യൂൾ, അതായത് എനർജി മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഗ്ലൈക്കോളിസിസ്. ഇനി അടുത്തത് നോക്കുക. ഇവിടെ നമ്മൾ ഓക്സിജൻ ഒന്നും യൂസ് ചെയ്തില്ല അല്ലെ. അപ്പൊ ഓക്സിജൻ യൂസ് ചെയ്യുന്ന എന്തോ ഒരു പ്രോസസ്സാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷനിൽ പഠിച്ചെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുക, ഇനി ഓക്സിജനെ യൂസ് ചെയ്യാൻ പോവാണ്. പൈറൂവിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡും വാട്ടറുമാക്കി മാറ്റി ഒപ്പം തന്നെ ഒരു 28 എനർജി മോളിക്യൂൾസ്, 28 ATP എനർജി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ കുറവ് എനർജി മോളിക്യൂൾസും ഇവിടെ കൂടുതൽ എനർജി മോളിക്യൂൾസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്തേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് പൈറൂവിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡും വാട്ടറും ആക്കാനായിട്ട് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആള് വന്നു, ഓക്സിജൻ വന്നു. കാർബൺ ഡയോക്സൈഡും വാട്ടറും പൈറൂവിക് ആസിഡിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഓക്സിജൻ ആണ്. ഈ പ്രോസസ്സ് നടക്കുന്നത് പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയിലാണ്. അപ്പൊ പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. പൈറൂവിക് ആസിഡിനെ പൊട്ടിച്ചിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആക്കി മാറ്റുക ആരുടെ പ്രസൻസിൽ? ഓക്സിജന്റെ പ്രസൻസിൽ. എന്നിട്ട് 28 ATP എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയാ. അപ്പോ സെല്ലുലാർ റെസ്പിറേഷൻ സിമ്പിൾ ആണ്. ഗ്ലൂക്കോസിനെ ആദ്യം തന്നെ നമ്മൾ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് പൈറൂവിക് ആസിഡ് ആക്കി മാറ്റി, ഓക്സിജൻ യൂസ് ചെയ്യാതെ. അവിടെ 2 ATP എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രോസസ്സിനെ പറയുന്നത് ഗ്ലൈക്കോളിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫേസ് നോക്കുക. പൈറൂവിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡും വാട്ടറും ആക്കി മാറ്റി ആരെ യൂസ് ചെയ്തിട്ട്? ഓക്സിജനെ യൂസ് ചെയ്ത് മൈറ്റോകോൺട്രിയയുടെ അകത്ത്. അവിടെ 28 ATP എനർജി പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ക്രബ്സ് സൈക്കിളും കഴിഞ്ഞു. ഇനി അത് ടേബുലേറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അതിന്റെ ഡിഫറൻസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞേക്കണേ. അപ്പൊ നോക്കുക, ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റ് ഓഫ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു സൈറ്റോപ്ലാസം. എവിടെയാണ് നടക്കണേ? സൈറ്റോപ്ലാസം. ഇനി അടുത്തത് ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയ. എവിടെയാണ്? മൈറ്റോകോൺട്രിയ.
അടുത്തത് സബ്സ്റ്റൻസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ പ്രോസസ്. ആരാണ് അവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെന്നാണ് ചോദിച്ചത്. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു പൈറൂവിക് ആസിഡ്. അടുത്ത സ്ഥലത്ത് ക്രബ്സ് സൈക്കിളിൽ പൈറൂവിക് ആസിഡ് ആണ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് മാറണത്. ഇനി അടുത്തത് നോക്കാം, അവിടെ ഉണ്ടായ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് ഉണ്ടായത്? ആദ്യത്തേൽ ഉണ്ടായത് പൈറൂവിക് ആസിഡും 2 ATP എനർജി മോളിക്യൂൾ ആണ്. അപ്പൊ ഇവിടെ എഴുതി കൊടുക്കുക പൈറൂവിക് ആസിഡ് ആൻഡ് 2 ATP മോളിക്യൂൾസ്. അപ്പുറത്ത് ക്രബ് സൈക്കിളിൽ ഉണ്ടായത് 28 ATP എനർജിയും CO2ഉം വാട്ടറും ഉണ്ടായി. അപ്പൊ അതും എഴുതി കൊടുക്കുക CO2 വാട്ടർ 28 ATP മോളിക്യൂൾസ്. ഇനി ഓക്സിജൻ വേണോ വേണ്ടോ എന്നാണ് ലാസ്റ്റ് ചോദിച്ചേക്കുന്നത്. റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ. ഫസ്റ്റത്തെ ഗ്ലൈക്കോളിസിസിൽ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യാതെ കുറവ് എനർജി മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അവിടെ ഓക്സിജന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഓക്സിജൻ നോട്ട് റിക്വയർഡ്. പക്ഷെ അപ്പുറത്ത് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും ഉണ്ടാക്കാനായിട്ട് ഓക്സിജന് ആവശ്യം വന്നു. അടുത്തതിലോട്ട് പോവാ. വാട്ട് ആർ ഹെൽത്തി ഹാബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ടു പ്രിവെന്റ് അനീമിയ? അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറയുന്ന അവസ്ഥയാണ്. അതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്, ഒരു മെയിലിന് അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ മെയിലിന് നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ റേറ്റ് എത്രയാണെന്ന് കമന്റ് ചെയ്യാം. അതേപോലെ ഫീമെയിൽസിന് പെൺകുട്ടികൾക്ക് എത്രയാണ് നോർമൽ HB റേറ്റ് എന്ന് വേഗം പോയി കമന്റ് ചെയ്യാം. അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനീമിയ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് എടുക്കാന്നാണ്. അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥേനെയാണ് പറയാ. കൂടുതലും ഗേൾസിലാണ് ഇത് കാണുക. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനെ തടയുക അല്ലെങ്കിൽ ഇതിനെതിരെ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കാം. ഈറ്റ് ഫുഡ് റിച്ച് ഇൻ അയേൺ ആൻഡ് വിറ്റാമിൻ ബി. അയേണും വിറ്റാമിൻ ബിയും ഉള്ള ഫുഡ് കുറച്ച് കഴിക്കുക. ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹൈ ഇൻ വിറ്റാമിൻ സി വിച്ച് ഹെൽപ്സ് യുവർ ബോഡി ടു അബ്സോർബ് അയേൺ. അതായത് വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. എന്തിനെ ഹെൽപ്പ് ചെയ്യും? അപ്പോ ബോഡിയിൽ അയേൺ കണ്ടന്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് അനീമിക് ആവുകയാണെന്ന് വിചാരിക്കുക. അനീമിയ നമുക്ക് വന്നു കഴിഞ്ഞാല് ആസ്ക് ഡോക്ടർ അബൌട്ട് അയേൺ സപ്ലിമെന്റ്സ്. അയേൺ ഗുളിക ഒക്കെ കഴിക്കൂല നമ്മ അനീമിക് ആണെന്നുണ്ടെങ്കിൽ അയേൺ ഗുളിക ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക. അടുത്തത് നോക്കാം, മെൻഷൻ ഡിഫറൻസ് ഇൻ സെല്ലുലാർ റെസ്പിറേറ്ററി പ്രോസസ്സിംഗ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. ഈസ്റ്റിലും ബാക്ടീരിയയിലുള്ള സെല്ലുലാർ റെസ്പിറേറ്ററി പ്രോസസ്സുകളെ ഡിഫറൻസ് ആയിട്ട് ചോദിച്ചേക്കാണ്. ഇത് നമ്മളുടെ ടെക്സ്റ്റിലുള്ള സെയിം ഫിഗർ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ആദ്യം തന്നെ നോക്കാം, ആദ്യത്തത് നോക്കാം, ലാക്ടോബാസിലസ് ബാക്ടീരിയ. ഇത് പഠിക്കാൻ സിമ്പിൾ ആണ്. മിൽക്ക് കേർഡ് ആയിട്ട് മാറുന്നത് ആലോചിച്ചാൽ മതി. മിൽക്ക് കേർഡ് ആയിട്ട് മാറാം, പാല് തൈരായിട്ട് മാറുന്ന ആ പ്രോസസ് ആലോചിക്കുക. അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം കേട്ടാ. സൈറ്റോപ്ലാസത്തിലായിരിക്കും നടക്കുക. ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. അവിടെ 2 ATP എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആ പൈറൂവിക് ആസിഡ് വീണ്ടും ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ലാക്ടോബാസിലസ് ബാക്ടീരിയ നടക്കുന്നത് ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. എന്നിട്ട് ഈ ബാക്ടീരിയയുടെ പ്രസൻസിൽ പൈറൂവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഇനി അടുത്തത് നോക്കാം, ഈസ്റ്റ്. ഈസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പം. കേക്ക് ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാറില്ലേ വീട്ടിൽ? വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുമ്പോ ഈസ്റ്റ് ഇടും അല്ലെ? അപ്പൊ അത് വെച്ച് പഠിക്കാം നമുക്ക്. അവിടെ ഗ്ലൂക്കോസ് ആദ്യം തന്നെ പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. ആ പൈറൂവിക് ആസിഡ് ഉണ്ടാവുമ്പോ 2 ATP എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെ ഫെർമെന്റേഷൻ നടന്നിട്ട്, അതായത് പൊങ്ങൂലേ, മാവൊക്കെ പൊന്തൂലേ, അങ്ങനെ പൊന്തിയിട്ട് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരും, എന്തായാലും ചോദിക്കും. നമ്മളുടെ അടുത്ത് ചിലപ്പോ ചോദിക്കാം മിൽക്ക് കേർഡ് ആവുന്ന പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അതേപോലെ ബേക്കിംഗ് ഓഫ് കേക്ക്സ് കൊടുക്കുക, അങ്ങനെ അപ്പം ഉണ്ടാക്കണത്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡയറക്റ്റ് ഒരിക്കലും വരില്ല. അപ്പൊ ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക. അടുത്തത് നോക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റൊമാറ്റ ആൻഡ് ലെന്റിസെൽസ്. സ്റ്റൊമാറ്റയും ലെന്റിസെൽസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കാം, സ്റ്റൊമാറ്റ ആൻഡ് ലെന്റിസെൽസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോർ ഗാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഗാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് സ്റ്റൊമാറ്റ, ലെന്റിസെൽസ് എന്നൊക്കെ വിളിക്കുന്നത്. ദ സ്മോൾ പോർസ് ഓൺ ദ സർഫേസ് ഓഫ് ലീവ്സ് ആൻഡ് യങ് സ്റ്റെംസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. അപ്പൊ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇലകളിലും അതേപോലെ യങ് ആയിട്ടുള്ള സ്റ്റെമ്മിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പോറുകൾ, ചെറിയ ചെറിയ ഓട്ട പോലെയുള്ള തുളകളെ ആണ് പറയുന്നത് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ റിമെയിൻ ഓപ്പൺ ഇൻ ഡേ ടൈം. സ്റ്റൊമാറ്റ തുറന്നിരിക്കുന്നത് ഡേ ടൈമിലായിരിക്കും. ക്ലോസസ് അറ്റ് നൈറ്റ്. രാത്രി ആവുമ്പോ സ്റ്റൊമാറ്റ അടങ്ങിയിരിക്കും. ലെന്റിസെൽസ് ആർ ദ ലെൻസ് ഷേപ്ഡ് ഓപ്പണിങ്സ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് മെച്വർ സ്റ്റെംസ് ആൻഡ് റൂട്ട്. ലെന്റിസെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെൻസിന്റെ പോലെയുള്ള ലെൻസ് ഷേപ്ഡ് ആയിട്ടുള്ള മെച്വർ സ്റ്റെംസിലും വേരുകളിലും ഒക്കെ കാണുന്ന ചെറിയ ഓപ്പണിങ്സിനെയാണ് ലെന്റിസെൽസ് എന്ന് പറയാം. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ അടുത്ത് ടേബിളേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇതേ കാര്യങ്ങൾ തന്നെ ടേബിൾ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് നോക്കാം, ലിസ്റ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എയറോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. നമുക്ക് 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. ചിലതിൽ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യില്ല, അടുത്തതില് ഓക്സിജൻ യൂസ് ചെയ്യും. അപ്പോ അതിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. അപ്പൊ എന്താ അതെന്ന് നോക്കുക. ആദ്യം പറയാൻ പോകുന്നത് എയറോബിക് റെസ്പിറേഷൻ ആണ്. എയറോബിക് റെസ്പിറേഷൻ നോക്കുക, ഒക്വേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അവിടെ ഓക്സിജന്റെ പ്രസൻസിലായിരിക്കും എയറോബിക് റെസ്പിറേഷൻ നടക്കുക. അടുത്തത് നോക്കി നോക്കുക, ഒക്വേഴ്സ് ഇൻ ദ ആബ്സെന്റ് ഓഫ് ഓക്സിജൻ. അപ്പൊ അനൈറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജന്റെ പ്രസൻസിലല്ലാതെ ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്ന റെസ്പിറേഷനെയാണ് എന്തെന്ന് പറയാ, അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് മൊത്തം എയറോബിക്കിന്റെ പറഞ്ഞിട്ട് അനൈറോബിക്കിലേക്ക് പോവാം. ആദ്യത്തത് നോക്കുക, ടേക്ക് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ അകത്തായിരിക്കും. ഇനി അവിടെ ഗ്ലൂക്കോസിനെ ഫുള്ളി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓക്സിജൻ യൂസ് ചെയ്താല് കുറെ എനർജി പ്രൊഡ്യൂസ് ആവും, മൈറ്റോകോൺട്രിയയിലാണ് നടക്കാന്ന്. അപ്പൊ അവിടെ ഗ്ലൂക്കോസിനെ ഫുള്ളി ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. പ്രൊഡ്യൂസേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് ATP. അപ്പോ അടുത്തത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട വേറെ സാധനം വന്നിട്ടുണ്ട്, എയറോബിക് റെസ്പിറേഷന് ഒരു എക്സാമ്പിൾ വേഗം കമന്റ് ചെയ്യുക. കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, ഗ്ലൂക്കോസിനെ ഫുള്ളി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്, അതേപോലെ പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്, ഓക്സിജൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഹിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഇത്രയും നേരം കൊണ്ട് പഠിച്ച ഒരു എയറോബിക് റെസ്പിറേഷന് എക്സാമ്പിൾ എഴുതാ. അടുത്തത് നോക്ക, ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. എനൈറോബിക് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിന്റെ അകത്തായിരിക്കും, ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസ് ഈസ് പാർഷ്യലി ബ്രോക്കൺ ഡൗൺ. ഗ്ലൂക്കോസിനെ കുറച്ച് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യണുള്ളൂ, മുഴുവനായിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് സ്മോൾ എമൗണ്ട് ഓഫ് ATP. അവിടെ കുറച്ച് ATP മാത്രം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അനൈറോബിക് റെസ്പിറേഷന് ഒരു എക്സാമ്പിൾ വേഗം പോയി കമന്റ് ചെയ്ത്. അടുത്തത് നോക്ക, കമ്പയർ ദ പ്രോസസ്സസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ബേസ്ഡ് ഓൺ മൂവ്മെന്റ് ഓഫ് ഡയഫ്രം, ചേഞ്ചസ് ഇൻ thoracic cavity. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഉണ്ടാവുന്ന thoracic cavityയിലും ഡയഫ്രത്തിലും ഉണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞേക്കാണ്. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞ ഇൻസ്പിറേഷൻ എന്താണെന്ന് അറിയില്ലേ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം അകത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഓക്സിജന്റെ ഇൻടേക്കിനെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയാ. ഇനി എക്സ്പിറേഷൻ ആണെങ്കിലോ, എടുത്ത ഓക്സിജൻ നേരത്തെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് പഠിച്ചു. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നതിനെയാണ് എക്സ്പിറേഷൻ എന്ന് പറയാ. ഇനി ഇൻസ്പിറേഷനെയും എക്സ്പിറേഷനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് വെന്റിലേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ. അപ്പൊ വെന്റിലേഷൻ എന്ന് കേട്ടാൽ ഓർത്ത് വെക്കുക, ഇൻസ്പിറേഷനെയും എക്സ്പിറേഷനെയും ഒരുമിച്ച് പറയുന്നതാണ് വെന്റിലേഷൻ. എന്താണ് പറയാ? വെന്റിലേഷൻ. ആ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുമ്പോൾ ഡയഫ്രത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഡയഫ്രം ഞാൻ നേരത്തെ ഫിഗറിൽ കാണിച്ചു തന്നു. ഇങ്ങനെ thoracic ക്യാവിറ്റീനെയും അബ്ഡോമിനൽ ക്യാവിറ്റീനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മസിലിന്റെ ഒരു വാളാണ്, മസിൽസിന്റെ ഒരു മതിലാണ് ഡയഫ്രം എന്ന് പറഞ്ഞത്. അപ്പോ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഡയഫ്രത്തിൽ ഉണ്ടാവുക, എന്തൊക്കെ ചേഞ്ചസ് ആണ് thoracic ക്യാവിറ്റിയിൽ ഉണ്ടാവുക എന്നാണ് നോക്കാൻ പോണേ. ആദ്യം തന്നെ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ്സിൽ വ്യത്യാസം നോക്കുക. ഇൻസ്പിറേഷന്റെ ടൈമില് കോൺട്രാക്ട്സ് ആൻഡ് ഇൻഫ്ലാറ്റൻസ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വികസിക്കും, ഫ്ലാറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ റാ പോലെയല്ലേ ഇരിക്കുന്നേ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇത് വികസിക്കുമ്പോ അതിന്റെ റാ ഷേപ്പ് കുറഞ്ഞു വരും, വളവ് ബെൻഡിങ് കുറഞ്ഞു വരും. എക്സ്പിറേഷൻ റിലാക്സസ് ആൻഡ് മൂവ്സ് അപ്വാർഡ്സ്. ഇനി ശ്വാസം വിടുകയാണെന്നുണ്ടെങ്കിലോ തിരിച്ച് ഈ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും, റിലാക്സ് ആവുകയും ചെയ്യും, അത് മുകളിലോട്ട് പൊന്തി ആ പഴയ ആർച്ച് ഷേപ്പ് തന്നെ ആയിരുന്നു. അടുത്തത്
thoracic cavity. thoracic cavityയുടെ വോളിയം increases. അവിടുത്തെ വോളിയം കൂടും. ശ്വാസം എടുക്കുമ്പോൾ thoracic cavityയുടെ വോളിയം കൂടും. ഇനി ശ്വാസം വിടുമ്പോൾ വോളിയം decreases. വോളിയം കുറയും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഓക്സിജൻ ട്രാൻസ്പോർട്ടില് ഹീമോഗ്ലോബിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞ കാര്യമാണ്, അതാണ് ഓടിച്ചു പോവുകയാണ്. Hemoglobin binds to oxygen in the lungs to form oxyhemoglobin and releases oxygen in tissues. അവരെന്ത് ചെയ്യും? ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആവും. എന്നിട്ട് ടിഷ്യൂസിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. അപ്പൊ ആദ്യം പറഞ്ഞ് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ടിഷ്യൂസിന് കൊണ്ട് ഓക്സിജനെ കൊടുക്കും. പിന്നെ പറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിന് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നു. അപ്പൊ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിക്കണം. എക്സാമിന് ഹീമോഗ്ലോബിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ്. അപ്പൊ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഒരു ഫ്ലോ ചാർട്ട് ആണ് ചോദിച്ചേക്കുന്നത്. നോക്കുക. Draw a flow chart depicting the path of air from the nostrils to alveoli. Nostrils മുതൽ alveoli വരെയുള്ള എയറിന്റെ പാത്ത് നമ്മളുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞേക്കാണ്. അതായത് ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതാൻ പറഞ്ഞേക്കാണ്. ആദ്യം തന്നെ നോസ്ട്രിൽസിലായിരിക്കും എയർ പോവാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ ഓപ്പണിങ്സിനെയാണ് നോസ്ട്രിൽസ് എന്ന് പറയാ. അവിടുന്ന് നേരെ നാസൽ ക്യാവിറ്റി, അവിടുന്ന് നേരെ നാസൽ ക്യാവിറ്റി മൗത്തിന്റെ പോർഷനും ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻ ആയിട്ടുള്ള ഫാരിങ്സിലേക്ക് പോകും. അവിടെ നിന്ന് നമ്മളുടെ ഇവിടെയുള്ള സി ഷേപ്പ്ഡ് കാർട്ടിലേജസ് ഉള്ള ട്രക്കിയയിലേക്ക് പോകും. ട്രക്കിയയിൽ നിന്ന് നേരെ ട്രക്കിയയുടെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ബ്രോങ്കിയിലേക്ക് പോകും. ബ്രോങ്കിയിൽ നിന്ന് നേരെ ബ്രോങ്കിയുടെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ടുള്ള ബ്രോങ്കിയോൾസിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ ആൽവിയോളൈ. അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ആണ് നോക്കാൻ പോകുന്നത്. നെയിം ദ മെംബ്രെയിനസ് കവറിംഗ് ഓഫ് ലങ്സ്. ലങ്സിന്റെ മെംബ്രെയിനസ് കവറിംഗിന്റെ പേരെന്താണ്? പ്ലൂര എന്നതാണ്. പ്ലൂര. അപ്പൊ ലങ്സിന്റെ കവറിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്ലൂര. അപ്പോ ഹാർട്ടിന്റെ കവറിംഗ് എന്തായിരുന്നു? ഹാർട്ട്, ഹ്യൂമൻ ഹാർട്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഹ്യൂമൻ ഹാർട്ടിന്റെ കവറിംഗിന്റെ പേര് എന്തായിരുന്നു? പെരികാർഡിയം. പെരികാർഡിയം. അതിന്റെ ഇടയിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നൊക്കെ പഠിച്ചതല്ലേ, മാറിപ്പോയത്. ലങ്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലൂര, ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ പെരികാർഡിയം. അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. വാട്ട് ഈസ് ദ റോൾ ഓഫ് സർഫക്റ്റന്റ് ഇൻ ദ ആൽവിയോളൈ ഓഫ് ലങ്സ്? സർഫക്റ്റൻസ് പഠിച്ചതാണല്ലേ. അതിന് ലങ്സിൽ എന്താണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആൽവിയോളസിൽ സർഫക്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡ്യൂസസ് സർഫസ് ടെൻഷൻ ഇൻ ദ ആൽവിയോളൈ, പ്രിവെന്റിംഗ് കൊളാപ്സ് ഡ്യൂറിംഗ് എക്സേലേഷൻ. എക്സേലേഷന്റെ ടൈമില് സർഫസ് ടെൻഷൻ കുറയ്ക്കുക. ശ്വാസം വിടുമ്പോഴൊക്കെ സർഫസ് ടെൻഷൻ കുറയ്ക്കുക. ensures smooth expansion and contraction of alveoli during breathing. ആൽവിയോളസ് കോൺട്രാക്ട് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ സർഫക്റ്റൻസ് ആണ്. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇടയിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ഒക്കെ കമന്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. അപ്പോ ഇന്ന് ഇത്രയും ഉള്ളൂ. ഈ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. എന്നാലേ നമുക്ക് എക്സ്ക്രീഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ.